Dr. Rajesh Simon, a leading foot and ankle surgeon with over 2 decades of expertise. A senior consultant at VPS Lakeshore Hospitals, he founded Kerala's first exclusive foot and ankle clinic in 2015. He completed a foot and ankle surgery fellowship at the University of Alabama at Birmingham, USA, and an AO fellowship at Royal North Shore Hospital, Sydney. Dr. Simon is an expert in complex reconstructive procedures, including Charcot foot correction, diabetic foot care, and sports injuries. He served as the president of the Indian Foot and Ankle Society and is a global faculty member with the Steps to Walk Foundation. Beyond surgery, Dr. Simon is actively educating and shaping the next generation of orthopedic professionals. വെൽക്കം ടു Footnotes by Footpro, പവർഡ് ബൈ ബാരട്ടൺ ഫാർമ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കേരളത്തിലെ ലീഡിംഗ് ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലിസ്റ്റായ ഡോക്ടർ രാജേഷ് സൈമൺ സാറാണ്. സർ, വെൽക്കം ടു ദി ഷോ. സാർ ഒരു ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലിസ്റ്റാണ്. നമുക്കിവിടെ പീഡിയാട്രീഷ്യൻ ഉണ്ട്, ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്, കാർഡിയോളജിസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് അധികം പേർക്ക് അങ്ങനെ സുപരിചിതമായിട്ടാവില്ല. സോ എക്സാക്ട്ലി വാട്ട് ഡസ് എ ഫുട്ട് ആൻഡ് ആങ്കിൾ സ്പെഷ്യലിസ്റ്റ് ഡു? So basically, ഞാനൊരു orthopedic surgeon. I was doing a lot of trauma. As a trauma surgeon, പിന്നെ keyhole surgery ഒക്കെ വന്നപ്പോൾ arthroscopy ഒക്കെ ആയി. അങ്ങനെ വന്നപ്പോൾ ഒരു 2010 we had a foot and ankle ഒരു മീറ്റിംഗ് ഇവിടെ ആദ്യത്തെ പ്രാവശ്യം ഇന്ത്യയിലെ ഒരു സബ് സ്പെഷ്യാലിറ്റി മീറ്റിംഗ് നടത്തിയപ്പം അന്ന് ആ മീറ്റിങ്ങിൽ പോയപ്പോൾ മനസ്സിലായത് ഫുട്ട് ആൻഡ് ആങ്കിൾ എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ ഓർത്തോപെഡിക്സ് പഠിക്കുന്നേ ഇല്ല. ബേസിക്കായ ഉള്ള ഒരു 3-4 ജനറൽ ടോപ്പിക്സ് ഫോർ എക്സാം പർപ്പസ് മാത്രമേ ഉള്ളൂ പഠിക്കുന്നത്. വി നോട്ട് റിയലി ലുക്കിംഗ് അറ്റ് ദ ഫുഡ് പ്രോബ്ലംസ്. വാട്ട് ഐ നോട്ടീസ് വാസ് നമ്മൾ ഫുഡ് പ്രോബ്ലത്തിനെല്ലാം ഒരു 4 കാറ്റഗറിയിൽ ഡയഗ്നോസ് ചെയ്യുന്നത്. ഒന്ന് യൂറിക് ആസിഡ്. എനി പെയിൻ ഇൻ ഫുഡ് ഇസ് യൂറിക് ആസിഡ്. ഗൗട്ട് എന്ന് പറഞ്ഞിട്ടൊരു പ്രോബ്ലം. എന്തെങ്കിലും ചേഞ്ച് ഓഫ് ഷേപ്പ് ഓഫ് ഫുട്ട് ആണെങ്കിൽ അത് ഫ്ലാറ്റ് ഫീറ്റ് ആക്കി. പിന്നെ വെരിക്കോസ് വെയ്റ്റ്സ്. So these 3 to 4 categories were the commonest problem of any foot problems. അത് എന്തിനാന്ന് പറഞ്ഞാൽ that was because of the lack of awareness amongst health professionals. Among the medical amongst the health professionals, yes. So അതുകൊണ്ട് നമ്മളുടെ ഡയഗ്നോസിസ് തന്നെ നമ്മുടെ ഈ ഒരു ലിമിറ്റഡ് വെറൈറ്റിയിൽ മാത്രമേ ഉള്ളായിരുന്നു. So when we started, I was one of the first ones in India to go and this was back in 2010. 2011-12 ആയപ്പോഴത്തേനാണ് എനിക്ക് അന്ന് ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് I had to go abroad to study. And when I went there, it was already an established. So foot and ankle per se is an established subspecialty of orthopedics world over. പക്ഷെ അതും ഒരു 99-2000 വേൾഡ് ഓവറിൽ ഒരു സബ്സ്പെഷ്യാലിറ്റി ആയിട്ട് മാറിയത്. സോ നമ്മൾ ഇവിടെ തുടങ്ങിയപ്പോഴത്തേന് ഒരു 2012-13 ആയപ്പോഴത്തേന് ഞങ്ങളത് പഠിച്ച് I went to US to study. അത് കഴിഞ്ഞിട്ട് പിന്നെ ഓസ്ട്രേലിയയിൽ പോയി. അങ്ങനെ പല രാജ്യങ്ങളിൽ പോയി. ജർമ്മനിയിൽ പോയി ഒരു കോഴ്സ് ചെയ്തു. അങ്ങനെ കുറേ സ്ഥലത്ത് പോയിട്ട് പഠിച്ചിട്ട് ഫൗണ്ടേഷൻ്റെ ഓസ്ട്രേലിയയല്ല ചെയ്തത്. അങ്ങനെ പല സ്ഥലത്ത് പോയി ചെയ്തിട്ട് കണ്ടിട്ട് then we started Lakeshore കേരളത്തിലെ ഫസ്റ്റ് ഫുട്ട് ആൻഡ് ആങ്കിൾ ക്ലിനിക് ആയിരുന്നു തുടങ്ങിയത് in 2015. ഇപ്പോൾ കേരളത്തിൽ വേറെ സ്ഥലത്തുണ്ടോ ഫുട്ട് ആൻഡ് ആങ്കിൾ ക്ലിനിക് എക്സ്ക്ലൂസീവ് ഫോർ ദാറ്റ്? എക്സ്ക്ലൂസീവ് ആയിട്ട് അൺഫോർച്ചുനേറ്റ്ലി I am the only person who does only foot and ankle. ബാക്കി എല്ലാവരും ഇപ്പം കുറേ പേര് നമ്മളെ ട്രെയിനീസ് ഒക്കെ ഉണ്ടായിട്ട് പല സ്ഥലത്ത് ഓർത്തോപെഡിക്സ് ചെയ്യുന്ന കൂടെ ജനറൽ ഓർത്തോപെഡിക്സും വേറെ സബ് സ്പെഷ്യാലിറ്റി ചെയ്യുന്ന കൂടെ ഫുട്ട് ആൻഡ് ആങ്കിൾ ചെയ്യാറുണ്ടെങ്കിലും ഐ എം ദി ഓൺലി പേഴ്സൺ ഹൂ ഈസ് ഡൂയിങ് എക്സ്ക്ലൂസീവ് ഫുട്ട് ആൻഡ് ആങ്കിൾ ഇൻ കേരള. ഓക്കെ. സാർ, നമ്മൾ ഈ ഫുട്ട് ആൻഡ് ആങ്കിളിൻ്റെ കൂടെ കേൾക്കുന്ന വേറൊരു ടേമാണ് പൊഡിയാട്രി അല്ലെങ്കിൽ പോഡിയാട്രിസ്റ്റ് എന്നുള്ളത്. ഈ ഒരു പോഡിയാട്രിസ്റ്റ് ഒരു ഫുട്ട് ആൻഡ് ആങ്കിൾ എക്സ്പേർട്ട് ആണോ, അതോ ഇസ് ദർ എ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു ടേംസ്? പോഡിയാട്രിസ്റ്റ് എന്ന് പറഞ്ഞൊരു ടേം ബേസിക്കലി ഈസ് അറൈവ്ഡ് ഫ്രം US. US
അതിൻ്റെ ഒരു ഡിഗ്രി ഉണ്ട്, DPM എന്ന് പറഞ്ഞൊരു ഡിഗ്രി ഉണ്ട്. ആൻഡ് US podiatrists are allowed to operate, treat everything on foot and ankle alignment. അതൊരു 5 വർഷം 4-5 വർഷത്തെ കോഴ്സ് പെർസെയാണ്. ദേ ആർ നോട്ട് ഒരു MBBS അങ്ങനെ MD ചെയ്തിട്ടൊന്നും അല്ല, ഡയറക്ട്ലി DPM എടുത്ത് ഡയറക്ട്ലി ഒരു സർജറി ചെയ്യാൻ ഇത്. പക്ഷെ ദാറ്റ് ഈസ് ലിമിറ്റഡ് ഓൺലി ഇൻ US. Nowhere in the world there is a degree of DPM where they can operate. ബാക്കി ഇപ്പൊ UK ഓസ്ട്രേലിയ podiatrists can do cleaning up, wound cleaning up, diabetic cleaning up ചെയ്യാം, ചെറിയ ടിപ്രൈറ്റ് പ്രക്രിയ. പക്ഷെ മേജർ സർജറീസ് ഒന്നും അവർക്ക് ചെയ്യാനായിട്ട് അനുവാദമില്ല. ഇന്ത്യയില് what we have seen is, because നമുക്ക് ഇന്ത്യയിൽ ഡയബറ്റിക് ഫുട്ട് വലിയതായിട്ടുള്ളതുകൊണ്ട് a whole lot of surgeons have gone into the diabetic foot care. Okay. അവര് ഡയബറ്റിക് ഫുട്ട് കെയറിന്റെ ഒരു ഡീറ്റെയിലിംഗ് നോക്കുന്നുണ്ട്. ദേ ഹാവ് ടേം ദംസെൽഫ് ആസ് പോഡിയാട്രിസ്റ്റ്. അതിനകത്ത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇപ്പം പൊഡിയാട്രി അസോസിയേഷൻസ് ഒക്കെ ഉണ്ട്. അതിനകത്ത് ഒത്തിരി പേര് ജനറൽ സർജൻസും ചില പ്ലാസ്റ്റിക് സർജൻസും അവരെല്ലാവരും കാലിന്റെ ഷുഗറിന്റെ ഒക്കെ ഉള്ള പാകത്തിന് വേണ്ടി ന്യൂറോപ്പതിക് റിലേറ്റഡ് ആയിട്ട് ന്യൂറോപ്പത്തിക്കും ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സ് ഒക്കെ അവർ ചെയ്തിട്ട് അവർ ചെറിയ ഓപ്പറേഷൻസ് അങ്ങനെയൊക്കെ ചെയ്യുന്നവരാ. പക്ഷെ അതിന്റെ ഓർത്തോപെഡിക് അല്ലെങ്കിൽ ഫുട്ട് ആൻഡ് ആംഗിളിലേക്ക് ഫ്ലാറ്റ് ഫീറ്റ് ടെസ്കാവസ് അതുമായിട്ട് ഒന്നും അവർ ഡീൽ ചെയ്തില്ല. They're not trained as an orthopedic surgeons to basically ഇതെല്ലാം ബോണി കറക്ഷൻസ് ആവേ. ബോണി കറക്ഷന് വേണ്ടി യു ഹാവ് ടു become an orthopedic surgeon in India. ഓക്കെ, സോ അപ്പൊ ഒരു പൊഡിയാട്രിസ്റ്റിനെ നിങ്ങൾ ഫ്ലാറ്റ് ഫീറ്റ് അല്ലെങ്കിൽ ഫുട്ട് ആൻഡ് ആംഗിൾ പ്രശ്നങ്ങൾ കണ്ടിട്ട് കാര്യമില്ല, അതിന് ഫുട്ട് ആൻഡ് ആംഗിൾ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള സാറിനെ പോലെ ആൾക്കാരെ തന്നെ നമ്മൾ കാണണം. ഇന്ന് നമ്മുടെ പോപ്പുലേഷനിൽ ഈ ഫുട്ട് ആൻഡ് ആംഗിൾ പ്രോബ്ലംസ് എന്തൊക്കെയാണ് ഏറ്റവും പ്രൊമിനന്റ് ആയിട്ടുള്ളത്? അത് ഏതൊക്കെ ഡെമോഗ്രാഫിക്സിനെ ബാധിക്കുന്നത്? പാദം കണ്ണങ്കാലിൻ്റെ പ്രോബ്ലംസ് ജനറലി നമ്മൾ എല്ലാവർക്കും കുറേ പേർക്ക് വരും. ഇത് ഭയങ്കര ഒരു വൈഡ് വെറൈറ്റിയാണ്. ഇപ്പം ഫുട്ട് തന്നെ നമുക്ക് മെഡിക്കലി വീട്ടാം ഫുട്ടിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യും. ഒന്ന് 4 ഫുട്ട് മീൻസ് നമ്മുടെ വിരലുകൾ. 4 ഫുട്ടിൻ്റെ സിമ്പിൾ ഒരു കുഴി നഖം തൊട്ട് ടോസിൻ്റെ ഷേപ്പ് മാറി ക്ലോ ഫുട്ട്, ക്ലോ ടോസ്, ഹാമർ ടോസ്. അന്നേരം അത് കറക്റ്റായിട്ട് അറിയാൻ നോക്കിയില്ലെങ്കിൽ ഇവിടെ അൾസേഴ്സ് വരും. അന്നേരം അതിനൊരു കറക്റ്റ് ഫുട്വെയർ ഇല്ലാതെ പോയാൽ അത് വലിയ മുറിവായിട്ട് മാറും, ഗാംഗ്രീനായിട്ട് മാറും. അതുപോലെ തന്നെ ആർത്രൈറ്റിസിൻ്റെ ഒരു പ്രോബ്ലം ഉള്ളവർക്ക് മിഡ് ഫുട്ടിൽ നടുക്ക് ഭയങ്കര വേദനയായിരിക്കും, പെയിൻഫുൾ ഫുട്ട്. അത് ചുമ്മാ ഒരു എക്സ്റേക്കകത്ത് ചിലപ്പം കാണണമെന്നില്ല. MRI കണ്ടാലും അതിനെ കറക്റ്റായിട്ട് നോക്കേണ്ട രീതിയിൽ നോക്കിയാലേ അതിൻ്റെ ആ മിഡ് ഫുട്ടിൻ്റെ ആർത്രൈറ്റിസിൻ്റെ പ്രോബ്ലം വരത്തുള്ളൂ. വാട്ട് വി നീഡ് ടു സീ ഈസ് എവറി സ്പെസിഫിക് ഏരിയ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലേ നമുക്ക് അതിൻ്റെ ആ ഒരു രീതിയിൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വലിയ വിരലും സെക്കൻഡ് ടോ, ചിലരുടെ ജസ്റ്റ് ടോ ഇങ്ങനെ ആദ്യം ടോ കറക്റ്റ് ആയിരുന്നു, പിന്നെ ടോ ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്യാൻ ബെൻഡ് ചെയ്യാൻ അത് പ്രശ്നമാണ്. സോ അത് ഏർലി സ്റ്റേജസ് ടു ലേറ്റ് സ്റ്റേജസ് വരെ നമ്മൾ പല വെറൈറ്റീസ് കാണും. ഇന്ത്യയിൽ നമുക്ക് ഈ ഓപ്പൺ ഫുട്വെയർ ചപ്പൽ ഇട്ടുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്, ഫ്ലിപ്പ് ഫ്ലോപ്സ് വെച്ച്. അതിന് ഒത്തിരി ഫൊർഗീവിങ്ങും ഉണ്ട്, പക്ഷെ അതിന് ഒത്തിരി ഡാമേജിങ്. വെറും ചപ്പലിട്ട് നടക്കുന്നതൊക്കെ അതുകൊണ്ടാണ് പല കണ്ടീഷൻസ് വരുന്നത്. ഈ കണ്ടീഷൻസിൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കാറുള്ളത്, നമുക്ക് അറിവുള്ള ഒരു സാധനം ഈ ഫ്ലാറ്റ് ഫീറ്റ് എന്നുള്ളൊരു സംഭവം. എക്സാക്ട്ലി ഫ്ലാറ്റ് ഫീറ്റ് എന്താണ് സർ? ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണി ഡയമെൻഷണൽ, ഇങ്ങനെ നമ്മുടെ ആർച്ചുണ്ട്, ആർച്ച് അങ്ങ് ഫ്ലാറ്റ് ആയി പോകുന്നു, അതല്ല. അതാണ് നമ്മുടെ ഏറ്റവും ഒരു മിത്ത്, ദാറ്റ് ഫ്ലാറ്റ് ഇസ് ജസ്റ്റ് എ കൊളാപ്സ് ഓഫ് ദ മിഡ് ഫുട്ട്. അതല്ല. ഞാൻ പറഞ്ഞ പോലെ ഫുട്ട് ഇസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്. അന്നേരം നമ്മുടെ ഹൈൻഡ് ഫുട്ട്, നമ്മുടെ ഹീൽ, ഫ്ലാറ്റ് ഫുട്ടിൻ്റെ ആൾക്കാരുടെ ഹീൽ ഇങ്ങനെ കറങ്ങും, ഹൈൻഡ് ഫുട്ട് ഇങ്ങനെ വാൽഗസ് വെളിയിലോട്ട് പോകും. ഹീൽ നമ്മൾ ആ ഫ്ലാറ്റ് ഫീറ്റ് ഉള്ളവരുടെ ആൾക്കാരുടെ പുറകെ നിന്ന് നോക്കുമ്പോൾ നമ്മളെല്ലാവരും മുമ്പിൽ കൂടെ നോക്കുന്നത്.
കുറേ നോക്കുവാണെങ്കിൽ ഹീൽ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും ഇരിക്കുക. നമ്മുടെ പില്ലർ ഓഫ് ദ ബോഡി ഇങ്ങനെ വളഞ്ഞായിരിക്കുന്നത്. ആ വളയുമ്പം മിഡ് ഫുട്ട് കൊളാപ്സ് ആവും. ഇതിങ്ങനെ വളയുന്നത് കൊണ്ടാണ് കൊളാപ്സ് ആവുന്നത്. കൊളാപ്സ് ആവും. ഒരു 95-98% ഓഫ് ദ ഫ്ലാറ്റ് ഫീറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഈ ഹീല് അങ്ങോട്ട് പോകുമ്പോൾ ഫ്ലാറ്റ് ഫുട്ട് ആർച്ച് കൊളാപ്സ് ആവും. ദാറ്റ് ഈസ് ദ മെയിൻ ഇഷ്യൂ. നമ്മുടെ ചുമ്മാ ഒരു ആർച്ച് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഈ പില്ലറിനെ നേരെയാക്കാൻ പറ്റില്ല. So you're not supposed to use an arch support for 95-98% of the cases. Just the arch support. What we need is a customization of the insole. Complete ആയിട്ട് insole ഉണ്ടെങ്കിൽ ഫുട്ടിന് കറക്ഷനിലോട്ട് വരുത്താനായിട്ട് പറ്റും. ഇൻസോളിന് ഹീൽ അലൈൻമെന്റും കറക്റ്റ് ചെയ്യണം. ഹീൽ അലൈൻമെന്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. എന്നിട്ടാണ് ആർച്ച് സപ്പോർട്ട് വരുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ മാർക്കറ്റിൽ പല MCR അല്ലെങ്കിൽ ജസ്റ്റ് പ്രീമെറ്റഡ് ആയിട്ട് ഒരു ആർച്ച് സപ്പോർട്ട് വരുന്ന കുറെ സോളുകൾ ഇതൊക്കെ ഉണ്ട്. ദിസ് വിൽ നോട്ട് ഹെൽപ്പ്. അബ്സൊല്യൂട്ട്ലി. ആർച്ച് സപ്പോർട്ട് ഇൻഫാക്ട് നിങ്ങൾ ഈ MCR ആർച്ച് സപ്പോർട്ട് വെച്ചിട്ടുള്ള ഓർത്തോപെഡിക് ചെരുക്കെന്ന് പറഞ്ഞ ഓർത്തോപെഡിക് കിട്ടുന്നത് അല്ലെ. ഓർത്തോപെഡിക് ചെരുപ്പ് ഇട്ടുന്ന പേഷ്യൻസിനോട് അല്ലെങ്കിൽ പിള്ളേരോട് ചോദിക്കും, ആർ യു ഹാപ്പി വിത്ത് ഇറ്റ്? അവരെല്ലാവർക്കും ഒരേ ഒരു ആൻസറേ കാണത്തുള്ളൂ. 95%. ചിലർക്ക് അഡ്യറൻസ് പവർ കൂടുതലായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ 95% പിള്ളേരോട് ചോദിച്ചാൽ അയ്യോ എനിക്കിത് ഇട്ടിപ്പോ വേദന കൂടുതല, ഐ ഡോണ്ട് വോണ്ട് ടു വെയർ ഇറ്റ് എന്ന് പറയും. So it actually makes it worse. കാല് ഇങ്ങനെ ഇരിക്കുന്ന കാല് ഇങ്ങനെ ആയിരിക്കണം. So pumping an arch in between while not correcting the heel, It's useless. it's useless and it's actually painful. ചില പേരൻസ് വരും, ഡോക്ടർ ഞങ്ങൾ ഈ ഇൻസോളും ആർച്ച് സപ്പോർട്ടും മറ്റേ ആയിട്ട് 5 വർഷമായിട്ട് ഇടുന്നുണ്ട്. ദ ഫുട്ട് സെയിം, മാറ്റമില്ല. ഇത് മാറത്തില്ല. ഇറ്റ് ഈസ് ബിക്കോസ് അകത്തെ നമ്മുടെ ലിഗമെന്റ്സും മസിൽസും ഡെവലപ്പ് ആയിട്ടില്ലായിരിക്കും. So or arch support gives you a temporary or that particular moment correction. Mechanical solution for that particular moment when you're wearing it. While you're wearing the insole. That's it. Okay. അപ്പം ഇപ്പൊ സാർ ഇപ്പോൾ പറഞ്ഞത് കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളുടെ കാര്യം ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ആർമി, CRPF, നേവി, പല സ്റ്റേറ്റ് പോലീസിൻ്റെ ഇതിലൊക്കെ പോകുമ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് ഉള്ള കാൻഡിഡേറ്റ്സിനെ കംപ്ലീറ്റ്ലി അവർ വേണ്ടാന്ന് പറയും. ബിക്കോസ് ഓടാൻ പറ്റില്ല അല്ലെങ്കിൽ പെയിൻ ഉണ്ടെന്നുള്ള പേരിൽ റിജക്ട് ചെയ്യും. ഭയങ്കര റിജക്ഷൻ റേറ്റാണ് ഫ്ലാറ്റ് ഫീറ്റ്സിന്. അപ്പോൾ ഈ കുട്ടികളിൽ ഇത് എങ്ങനെ വരും? ആൻഡ് ഇതിപ്പോൾ ഇൻസോളിൻ്റെ ഇത് വെച്ച് നമുക്ക് ടെമ്പററി ആയിട്ട് മാനേജ് ചെയ്യാമെങ്കിലും എന്തെങ്കിലും പെർമനന്റ് കറക്ഷൻ പോസിബിൾ ആണോ ഇതിന്? സോ നിങ്ങളിപ്പം പറയുമ്പോൾ ഫ്ലാറ്റ് ഫീറ്റ് ഇസ് റിജക്റ്റഡ് ഇൻ ഇന്ത്യൻ ആം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് ബേസ്ഡ് ഓൺ എ ബ്രിട്ടീഷ് പേപ്പർ വേ ബാക്ക് ഇൻ 19th century. അന്നത്തെ ഒരു പേപ്പർ വെച്ചിട്ട് അന്നത്തെ ബ്രിട്ടീഷ് ആർമി ഫ്ലാറ്റ് ഫീറ്റിനെ റിജക്റ്റ് ചെയ്തു. അത് നമ്മൾ ഇപ്പോഴും വി ആർ ഫോളോയിങ് ഇറ്റ് ബ്ലൈൻഡ്ലി. വേൾഡ് ഓവർ പീപ്പിൾ ഹാവ് ചേഞ്ച്ഡ്. ഇന്ത്യ You can have a flat feet and get into an US army. You can get into an Australian army. You can get in a UK army. But as such, we have found that even a flat footer can run fast. But they will be slightly slower than the other people. Okay. പക്ഷെ കാര്യമായ പെർഫോമൻസ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. Provided you get a proper insole. But there are certain subsets of children who have got very severe flat feet. അവർക്ക് സർജറീസ്. സോ സർജറിയിൽ ഇപ്പം നമുക്ക് ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് എന്ന് പറഞ്ഞുകൊണ്ട് മീൻസ് കാലിനെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പം അതിന് ആർച്ച് തിരിച്ചു വരും. അതിന് നമുക്ക് ഒരു ചെറിയ കീ ഹോൾ സർജറി വെച്ചിട്ട് ഒരു സ്റ്റെൻറ്റ് ഇടും. ഈ ഒരു ഏരിയയിൽ സ്റ്റെൻറ്റ് ഇടും. ആ സ്റ്റെൻറ്റ് ഇടുമ്പം നമ്മുടെ ഹീൽ അങ്ങോട്ട് പോവാതിരിക്കും. അതിന്റെ റൊട്ടേഷനെ ബ്ലോക്ക് ചെയ്യും. ആൻഡ് ദാറ്റ്സ് എ പെർമനന്റ് സൊല്യൂഷൻ. That is solution for the children. അപ്പോൾ ഈ കുട്ടി വളരുന്ന അനുസരിച്ച് സ്റ്റെന്റ് മാറ്റിക്കൊണ്ടേയിരിക്കണം. സ്റ്റെൻറ്റ് മാറ്റേണ്ട ആവശ്യമില്ല. സ്റ്റെൻറ്റിൻ്റെ ആ ഷേപ്പ്, ആ സൈസ് ഓഫ് ദാറ്റ് ഏരിയ, അത് സൈനസ് ടാർസ ഏരിയ എന്ന് പറയും. ആ ഏരിയ ആക്ച്വലി റിമെയിൻസ് ദ സെയിം ത്രൂ യുവർ ഏജസ്. സോ നമ്മുടെ
നമ്മുടെ ചില കാര്യങ്ങൾ ഇപ്പം കണ്ണിൻ്റെ പ്യൂപ്പിൾസ് ഡോണ്ട് ചേഞ്ച്, ഇതിൻ്റെ അങ്ങനെ ഡോണ്ട് ചേഞ്ച്. ദീസ് ആർ വൺ ഓഫ് ദോസ് പ്ലേസസ് വേർ ദ സൈസ് ഡസൻറ്റ് ചേഞ്ച്. ഓക്കെ, സോ ഇത് ഏത് പ്രായത്തിലായി കുട്ടികൾക്ക് നമുക്ക് ഈ സർജറി ചെയ്യാൻ പറ്റും? ഐഡിയലി ആർച്ച് ഡെവലപ്പ് ആവുന്ന ഒരു 7-8 വയസ്സ് വരെ. സോ എനി ചിൽഡ്രൻ ബിലോ 7 years ഐ ഡോണ്ട് ട്രീറ്റ് അറ്റ് ഓൾ unless it's a rigid flat foot. Rigid flat foot എന്ന് പറഞ്ഞാൽ എന്താ രീതിയിലാണ് റിജിഡ് ആയിട്ട് നിൽക്കുന്നത്, അവർക്ക് അതിൻ്റെ നൊപ്പ സർജറി ചെയ്യേണ്ടി വെർട്ടിക്കൽ ടാലസ് അങ്ങനത്തെ കറക്ഷൻസ് ഉണ്ട്, സർജറി ചെയ്യേണ്ടി. പക്ഷേ ഇറ്റ്സ് എ ഫ്ലെക്സിബിൾ ഫ്ലാറ്റ് ഫുട്ട് ആണെങ്കിൽ let them develop till the age of 7 to 8 years. My earlier surgery would be not before 9 years. So perfect age for surgery is after 9. After 9. Before ഈ ചെറിയ കീഹോൾ സർജറി ചെയ്യണമെങ്കിൽ അത് should be done ideally before the skeletal maturity. പെമ്പിള്ളേർക്ക് നമുക്ക് ചെയ്യുവാണെങ്കിൽ for girls it would be ideally before 10 to 12 years, because 12 years ഒക്കെ ആകുമ്പോഴത്തേന് girls start to mature. While boys we have little more time. Okay. 30 to 14 years വരെ പോവാം. പീഡിയാട്രിക് ഫ്ലാറ്റ് ഫീറ്റും അഡൽട്ട് ഫ്ലാറ്റ് ഫീറ്റും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? Or is it the same? It's a completely different എന്താണെന്ന് പറഞ്ഞാൽ പീഡിയാട്രിക് ഫ്ലാറ്റ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ ചിലർ കൊച്ചിലെ തൊട്ട് അവരുടെ ആർച്ച് ഡെവലപ്പ് ആയിട്ടില്ല, എന്നിട്ട് അവർ വലുതാവുന്നവരും അതേ രീതിയിൽ നിൽക്കും, അല്ലെങ്കിൽ ദേ ഹാവ് ബീൻ കറക്റ്റഡ് ബൈ സർജറി ഓർ സം മെത്തേഡ്സ്. അതാ പീഡിയാട്രിക് ഫ്ലാറ്റ് ഫീറ്റ് വിച്ച് ഹു ഹാസ് ബിക്കം അഡൾട്ട്സ്. പക്ഷേ ദർ ഈസ് എ ഹോൾ ലോട്ട് ഓഫ് അതർ സബ്സെറ്റ്സ്. അതിൻ്റെ ഒരു പേര് അഡൽട്ട് ഫ്ലാറ്റ് ഫീറ്റ് ആയിരുന്നു പണ്ട്, അതിൻ്റെ പേരിപ്പോൾ ഇൻ്റർനാഷണലി അത് മാറ്റി. എന്തിനാന്ന് പറഞ്ഞാൽ അതായത് ഇറ്റ് സ്റ്റാർട്ട്സ് ഡെവലപ്പിംഗ് അറ്റ് ദ ഏജ് ഓഫ് 40s, എസ്പെഷ്യലി മോർ ഇൻ വുമൻ. 40 വയസ്സ് 45 വയസ്സുള്ള സ്ത്രീകളുടെ അതായത് കൂടുതലും കാണുന്നത്, പുരുഷന്മാർക്കും കാണുന്നുണ്ട്, അവർക്ക് പെർഫെക്റ്റ്ലി നോർമൽ ഫീറ്റ് ആയിരുന്നു അതുവരെ Till 40. till 40s. അത് കഴിഞ്ഞിട്ട് അവരുടെ കാലിന് പെയിൻ വരും. ഇതാ ഏറ്റവും പ്രോബ്ലം ഇൻ ഇന്ത്യ. ഒത്തിരി പെയിൻ, ഫുട്ടിന് പെയിൻ വരുമ്പം ദേ ആർ ഓൾ ബീൻ ട്രീറ്റഡ് ആസ് യൂറിക് ആസിഡ് പ്രോബ്ലം. അവരുടെ കാല് അവർ പറയുന്നുണ്ട് അവരുടെ കാലിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറി നോക്കുന്നുണ്ട്. സെയിം പ്രോബ്ലം ദെയർ ഫുട്ട് ഓൾസോ ഗോസ് ലൈക്ക് ദാറ്റ്. പക്ഷെ അത് എന്തിനാന്ന് പറഞ്ഞാൽ ടിബിയാലിസ് പോസ്റ്റീരിയർ എന്ന് പറഞ്ഞൊരു മസലുണ്ട്. ആ മസലാണ് നമ്മുടെ ആർച്ചിനെ പിടിച്ചു നിർത്തുന്നത്. ആ മസൽ സംഹൗ സ്റ്റോപ്സ് ഫങ്ഷനിങ് After 40. ആഫ്റ്റർ 40, 50, ചിലർക്ക് 50, അത് ആഫ്റ്റർ 45 ഇയേഴ്സ് യൂഷ്വലി സ്ത്രീകൾക്ക് കാണുന്നത്. പക്ഷെ ആ ഒരു മസൽ സ്റ്റോപ്സ് ഫങ്ഷനിങ്, എന്നിട്ട് പേഷ്യൻസിന് നടക്കാൻ പ്രയാസം വരും. ദേ കനോട്ട് സ്റ്റാൻഡ് ഓൺ ദ ടിപ്പ് ടോസ് ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. ഫുട്ട് സോ നൗ ദി ടേം ഫ്രം അഡൽട്ട് ഫ്ലാറ്റ് ഫീറ്റ് വിച്ച് വാസ് എ മിസ്നോമർ world over since 2021, very recently, that's changed to, it is called as progressive collapsing foot deformity. Means ഇത് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കും, പ്രായം കൂടുന്നോറും ഇതിൻ്റെ ഡിഫോമിറ്റി കൂടിക്കൊണ്ടിരിക്കും, and it becomes very painful. പക്ഷെ ഇറ്റ്സ് എ പ്രോഗ്രസിംഗ് എന്ന് പറയുമ്പോൾ ഒരു ഇന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ വലിയായിട്ട് കൂടത്തില്ല. ആ ഷേപ്പൊക്കെ മാറി വരുമ്പോൾ തന്നെ ഇറ്റ് കംസ് ആസ് അബൌട്ട് 4 to 5 years എടുക്കും. സ്ത്രീകളുടെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സഹനശക്തി കൂടുതലുണ്ട്, Endurance. Okay. പുരുഷന്മാർക്ക് സഹനശക്തി കുറവാണ്. സോ ദേ ടൈപ്പ് ഓഫ് അയ്യോ ഫാമിലിയിൽ അവരുടെ പ്രശ്നമുണ്ട്, പിള്ളേരുണ്ട്, അവരെല്ലാവരും ഇങ്ങനെ സഹിച്ച് പോവും. ആൻഡ് ദേ എൻഡ് അപ്പ് വിത്ത് എ വെരി സിവിയർ ഡിഫോമിറ്റി. ഒരുപാട് കാലം കഴിഞ്ഞായിരിക്കും ഒരു ട്രീറ്റ്മെന്റ് തന്നെ വരുന്നത്. ചിലർ ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇങ്ങനെ സഹിച്ചു പോകും. ചിലർ ദേ ഹാവ് ഗോൺ ടു ദ ഡോക്ടേഴ്സ് ബട്ട് ദേ ഹാവ് ബീൻ മിസ്ഡയഗ്നോസ്ഡ് ആസ് യൂറിക് ആസിഡ് പ്രോബ്ലംസ്, ഓർ സാരമില്ല ആർച്ച് സപ്പോർട്ട് ഇട്ടാൽ മതി, അതൊക്കെ. സോ ഓൾ ദീസ് പ്ലേസസ് ആർച്ച് സപ്പോർട്ട്, എസ്പെഷ്യലി നമുക്കിപ്പോൾ ഇത് MCR ആർച്ച് സപ്പോർട്ട് എന്നൊക്കെ പറഞ്ഞൊരു ചെറുപ്പമുണ്ട്, അതാ യൂഷ്വലി അവർക്ക് കിട്ടുന്നത്. And they actually suffer. It worsens the problem. It worsens the problem. It is not the treatment. അപ്പോൾ ഇത് ആ മസിൽ വീക്ക് ആവുന്നത് തന്നെയാണോ ഇതിന്റെ കോസ്? One of the causes is muscle weakening. Another cause is spring ligament. Ligament പൊട്ടിപ്പോവും.
അല്ലെങ്കിൽ ചിലർക്ക് ഈ ആക്സസറി നാവിക്കുലർ എന്ന് പറഞ്ഞൊരു ബോൺ കാണും, അതിൻ്റെ പിന്നെ ആക്സസറി ആ ബോൺ അങ്ങ് ഇളകിപ്പോവും. സോ അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ ഇറ്റ്സ് എ അമാൽഗം ഓഫ് പ്രോബ്ലംസ്. പക്ഷേ ഇതിൻ്റെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ കാലിൻ്റെ ഷേപ്പേ മാറ്റും. യു ക്യാൻ ആക്ച്വലി ഗൂഗിൾ അഡൽട്ട് ഫ്ലാറ്റ് ഫീറ്റ് തന്നെ ഗൂഗിൾ ചെയ്താൽ തന്നെ നമുക്ക് ആദ്യം കാണുന്ന പിക്ചേഴ്സ് ഗൂഗിളിലൊക്കെ വരുന്നത് ഹീൽ ഇങ്ങനെ മാറി കിടക്കുന്ന കാണുന്നത്. സോ ഇറ്റ്സ് നോട്ട് ദ ഫുട്ട് വിച്ച് ഇസ് ഫ്ലാറ്റ്, ഇറ്റ് ഇസ് ദ ഹീൽ ദാറ്റ് ഇസ് ഗോൺ ലൈക്ക് ദാറ്റ്. ദ ഷേപ്പേ മാറിപ്പോയി. അതുകൊണ്ട് ഇന്നിപ്പം അതിൻ്റെ പേര് മാറ്റിയിട്ട് പ്രോഗ്രസീവ് കൊളാപ്സിങ് ഫുട്ട് ഡെഫോമിറ്റി എന്നാക്കിയേക്കും. ഓക്കെ, സോ ഇപ്പം അഡൽട്ട് ഫ്ലീറ്റ് എന്നുള്ള വാക്ക് തന്നെ, അഡൽട്ട് ഫ്ലാറ്റ് ഫീറ്റ് എന്നുള്ള വാക്ക് തന്നെ ഒരു മിസ്നോവറാണ്. പക്ഷേ ഇറ്റ് ഹാസ് നോട്ട് കോട്ട് അപ്പ്. It's not a misnomer, but it is an old term. ഓൾഡ് ടേം. ഓക്കെ. അപ്പം ഈ 40s കഴിഞ്ഞ് വരുന്ന ഈ ഫീറ്റിൻ്റെ ഈ കണ്ടീഷന് എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ആണ് പോസിബിൾ? So treatment, again, first and foremost treatment is a proper insole. Proper insole is very important in the early stage. Because ചിലപ്പം ഏർലി സ്റ്റേജിൽ നമ്മൾ ഇതിൻ്റെ മസിലിൻ്റെ ഇൻഫ്ലമേഷൻ ആയിട്ടായിരിക്കും തുടങ്ങുകയാണെങ്കിൽ ആ മസിലിന് പ്രോപ്പർ ഇൻസോൾ വെച്ചിട്ട് ഒരു സപ്പോർട്ട് കൊടുത്താൽ അത് തന്നെ ഒരു ട്രീറ്റ്മെൻറ്റായി മാറും. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ഏർലി സ്റ്റേജ്. അവിടെ ഫർദറായിട്ട് അത് പ്രോഗ്രസ് ചെയ്യത്തില്ല. പക്ഷേ പ്രോപ്പർ ഇൻസോൾ തുടക്കത്തിൽ കിട്ടിയില്ല, ആ സപ്പോർട്ടായിട്ട് മാറ്റുവാണെങ്കിൽ ദെൻ ഇറ്റ് പ്രോഗ്രസസ്. ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ട്രീറ്റ്മെൻറ്റ് ഇസ് ഓൺലി സർജറി. വേറെ എന്ത് മരുന്ന് കഴിച്ചാലും കാര്യമില്ല. ചുമ്മാ പെയിൻ കില്ലർ കഴിച്ചിട്ട് കിഡ്നി അഴുക്കാക്കാം എന്നല്ലാതെ വേറെ ഒന്നും കാര്യമില്ല. സോ ഇനീഷ്യലി ഇത് ജസ്റ്റ് ഇതിൻ്റെ സിംറ്റം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പെർഫെക്റ്റ്ലി കസ്റ്റമൈസ്ഡ് ഇൻസോൾ ഇസ് ദ പെർഫെക്റ്റ് സൊല്യൂഷൻ. യെസ്. ഓക്കെ. ആൻഡ് ആ സമയത്ത് പലരും മിസ്ഡയഗ്നോസ് ചെയ്തിട്ട് MCR ഇടുന്നത് കൊണ്ട് ദിസ് വേഴ്സൺസ്. MCR ഇടുന്നോണ്ടുള്ള വേഴ്സൺസ് ഐ വോണ്ട് സേ ദാറ്റ് വേ. I would say MCR is not a insole. It is just a soft rubber. MCRയുടെ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അതെല്ലാം കടയിൽ പോയാൽ ഓർത്തോപെഡിക് ചെരുപ്പ് എന്ന് പറഞ്ഞ് ഇത് ചെയ്യും. ബീങ് എ ഫുട്ട് ആൻഡ് ആങ്കിൾ സർജൻ, ബീങ് എ ഇന്ത്യൻ ഫുട്ട് ആൻഡ് ആങ്കിൾ സർജൻ്റെ പാസ്റ്റ് സെക്രട്ടറി, president, none of the orthopedic surgeons or has endorsed this MCR as a orthopedic thing. It's a marketing gimmick. One. Second, MCRയുടെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ വെള്ളം വീണ് പോയോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് പോയോ അതിൻ്റെ ഷേപ്പ് മാറും. ദാറ്റ് ഈസ് എ മോസ്റ്റ് പ്രോബ്ലം ഫോർ എൻ MCR. MCR is microcellular rubber. അത് നല്ല സോഫ്റ്റ് ഫീൽ ഗുഡ് ഫാക്ടറാണ്. ഇടുമ്പോൾ നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്, അതുകൊണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ബൈ ഇറ്റ്. പക്ഷെ വാങ്ങിക്കുന്നതിനും കുഴപ്പമില്ല. പക്ഷെ ബൈ എവറി 1.5-2 months അതിൻ്റെ ഷേപ്പ് മാറും. And then it becomes useless. In fact, it is contraindicated to have a wrong shaped footwear. And it worsens the situation. It worsens the situation. So അതുകൊണ്ട് MCR footwear വാങ്ങിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ 2 മാസം ആകുമ്പോൾ എടുത്ത് ദൂരെ കളയാം. സോ ഫ്ലാറ്റ് ഫീറ്റ് അല്ലാതെ, ഫ്ലാറ്റ് ഫീറ്റിന് സാറ് പറഞ്ഞു കസ്റ്റം ഇൻസോൾസ് ഇസ് എ പെർഫെക്റ്റ് സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ദ പ്രോഗ്രസ്. അതല്ലാതെ കസ്റ്റം ഇൻസോൾസിൻ്റെ റോൾ എന്തൊക്കെയാണ്? നമുക്ക് എങ്ങനെയാണ് കസ്റ്റം ഇൻസോൾസ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫീറ്റ് ഹെൽത്ത് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, മാനേജ് ചെയ്യാൻ പറ്റുക? So a customized insole is good for even ഇപ്പം എ നോർമൽ പേഴ്സണ് തന്നെ ഒരു എൻഡ്യൂറൻസ് കൂട്ടണം. ഇപ്പം ഓഫീസ് ജോബ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ അല്ലാതെ ഇപ്പം എൻഡ്യൂറൻസ്, ഇപ്പം ഒരു സ്പോർട്സ് പേഴ്സണൽസ്, അതിന് അവർക്ക് എല്ലാവർക്കും അവരുടെ ഫുട്ട് കോണ്ടാക്ട് വെച്ചിട്ടുള്ള ഇൻസോൾ ഉണ്ടാക്കുവാണെങ്കിൽ ദ കോണ്ടാക്ട് സർഫേസ് ഏരിയ ഇൻക്രീസസ്. സർഫേസ് ഏരിയ ഇൻക്രീസ് ആകുമ്പം അവരുടെ ഫുട്ടിൻ്റെ ബോഡി വെയ്റ്റ് ഡിസ്ട്രിബ്യൂട്ട്സ് ഈവൻലി. അതാകുമ്പം അവരുടെ എൻഡ്യൂറൻസ് പവർ കൂടും. Now this is also more important for those people അവർക്ക് who has got a very high arch. ഫ്ലാറ്റ് ഫീറ്റിൻ്റെ ഓപ്പോസിറ്റിൽ ആർച്ച് ഭയങ്കര കേവസ് ഫുട്ടോ അല്ലെങ്കിൽ ആർച്ച് ഹൈ ആർച്ച് ഉള്ളവർക്ക് നമ്മുടെ പാദം is actually made as a tripod. We have 3 points. ഈ നടുക്കലത്തെ ഭാഗം ഈസ് എ സപ്പോർട്ട് സിസ്റ്റം. ആ ഹൈ ആർച്ച് ഉള്ളവർക്ക് ഈ ട്രൈപോഡ് മാത്രമേ ഉള്ളൂ, ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ല. ആ നടുക്കലത്തെ സപ്പോർട്ട് സിസ്റ്റം ക്യാൻ ബി ഇംപ്രൂവ്ഡ് വിത്ത് എൻ ഇൻസോൾ. അല്ലെങ്കിൽ അവരുടെ ആ ഭാഗത്തായിരിക്കും ഫുൾ പ്രഷർ എന്നാൽ അവർക്ക് ഈ 2-3 പോയിന്റിൽ എപ്പോഴും തഴമ്പ് വന്നുകൊണ്ടിരിക്കും.
സോ അത് അവർ ആണിയായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത ആണിയല്ല, അത് തഴമ്പാണ് ആക്ച്വലി. സോ അവർക്ക് ഇങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് ഇൻസോൾ ഇടുവാണെങ്കിൽ ദ വെയ്റ്റ് ബെയറിംഗ് സോൺ ക്യാൻ ബി ഡിസ്ട്രിബ്യൂട്ടഡ് ഈവൻലി ആൻഡ് ദെയർ എൻഡ്യൂറൻസ് ഇംപ്രൂവ്സ്. ഈ ക്ലോട്ടോസ്, ഹാമർ ടോസ്, നേരത്തെ പറഞ്ഞ ഡയബറ്റിക്, അതിലും നമുക്ക് കസ്റ്റം ഇൻസോൾസ് ആണോ സൊല്യൂഷൻ? ക്ലോട്ടോ ഒക്കെ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ഇൻസോളിൽ അവിടെ ഓഫ്ലോഡിങ് കൊടുക്കണം. അവിടെ ഓഫ്ലോഡിങ് കൊടുത്താൽ അൾസറേഷൻ വരത്തില്ല. ഡയബറ്റിക് ഫുട്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാല് ഓവർ എ പീരീഡ് ഓഫ് ടൈം ബിക്കംസ് സംതിങ് കോൾഡ് ആസ് ഇൻസെൻസേറ്റ് ഫുഡ്. സെൻസേഷൻ ഇല്ലാതായിപ്പോൾ. വാട്ട് വി കോൾ ഇറ്റ് ആസ് LOPS, ലോസ് ഓഫ് പ്രൊട്ടക്റ്റീവ് സെൻസേഷൻ. പെയിൻ ഈസ് എ പ്രൊട്ടക്ഷൻ. നമുക്കൊരു മുള്ളു കൊണ്ട് കഴിഞ്ഞാൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കൈ എടുക്കും. എന്നാൽ നമുക്ക് വേദന ഇല്ലെങ്കിൽ നമുക്ക് മുള്ളോ കത്തിയോ എന്തോ കൊണ്ടാലും നമ്മൾ ഹാപ്പി ആയിട്ട് ഇവിടെ നിൽക്കും. അവിടെയായി പ്രശ്നം. ഡയബറ്റിക് ഫുഡ് ആൾക്കാർക്ക് കല്ല് ഏറിയാലും മണ്ണ് ഏറിയാലും അവർക്ക് പെയിൻ ഇല്ല. അതായത് അവർ സൂക്ഷിക്കുന്ന കുറച്ച് കുറഞ്ഞു പോകും. അവിടെയായി പ്രശ്നങ്ങൾ വരുന്നത്. അതേ രീതിയിൽ അവരുടെ ചെറിയ ഇൻട്രൻസിക് മസിൽസ്, ആ ഇൻട്രൻസിക് മസിൽസ് വീക്കായി പോകും. അതുകൊണ്ടായി ക്ലോയിങ് പറയുന്നത്. ഈ ക്ലോയിങ് വരുമ്പം അവരത് കറക്റ്റായിട്ടുള്ള ഇൻസോൾസ് വെച്ച് ഓഫ്ലോഡ് ചെയ്തില്ലെങ്കിൽ അവിടെ എല്ലാം അൾസറേഷൻസ് വരും, തഴമ്പ് വരും. അത് കഴിഞ്ഞിട്ട് അത് അൾസറേഷൻ വരും. സോ ദാറ്റ് ഈസ് വൈ ഡയബറ്റിക് ആൾക്കാർക്ക് നമ്മളൊരു കസ്റ്റമൈസ്ഡ് ഫുട്വെയർ വിത്ത് എ ബാക്ക് സ്ട്രാപ്പ്. വള്ളിച്ചെരുപ്പിടാൻ പാടില്ല. വള്ളിച്ചെരുപ്പിടാൻ പാടില്ലാത്ത കാരണം എന്താണെന്ന് പറഞ്ഞാൽ ദ ഫുട്വെയർ ഷുഡ് ഹോൾഡ് യു. യു ഷുഡ് നോട്ട് ബി ഹോൾഡിങ് ദ ഫുട്വെയർ. ആ ഫുട്വെയർ നമ്മൾ ഈ സാധാരണ ഫ്ലിപ്പ് ഫ്ലോപ്സ് ചെരുപ്പിടുവാണെങ്കിൽ നമ്മൾ ആ ചെരുപ്പിനെ പിടിച്ച് നടക്കും. സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് കുറച്ചു നേരം ആകുമ്പം ചെരുപ്പ് എവിടെയെങ്കിലും ഇരിക്കും, നമ്മൾ എവിടെയെങ്കിലും വേറെ സ്ഥലത്തായിരിക്കും. അതുകൊണ്ട് നമുക്ക് ബാക്കിൽ സ്ട്രാപ്പ് ഉള്ള അല്ലെങ്കിൽ ഷൂസ് ടൈപ്പ് ചെരുപ്പ് ഇടുവാണെങ്കിൽ ചെരുപ്പ് നമ്മുടെ കാലിൽ ഇരിക്കും. സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് അവരുടെ കാല് പ്രൊട്ടക്റ്റഡ് ആയിട്ടിരിക്കും. ബിക്കോസ് ദ ഫുട്വെയർ ഇസ് അവർക്ക് ചെരുപ്പ് ഊരിപ്പോയാലും അറിയില്ല, അവർക്കറിയത്തില്ല. ഓക്കെ, സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ലോക്ക് ദ ഫുട്വെയർ ഇൻ പ്ലേസ്. ഡയബറ്റിക് ഫുഡ് കാരണം, ന്യൂറോപ്പതി ഒക്കെ കാരണം വരുന്ന ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള കണ്ടീഷൻസ് ഏതാ? ഇപ്പോൾ ക്ലോട്ടോസ് ഒക്കെ അല്ലാതെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ക്ലോട്ടോസ്, ഹാമർ ടോസ്, അങ്ങനത്തെ പല ചെറിയ, ഇറ്റ്സ് ദ മോസ്റ്റ് മൈൽഡ് ഫോർമാറ്റ് ഓഫ് ദി ഡയബറ്റിക് ഫുഡ്. ഡയബറ്റീസിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് പ്രോബ്ലമാറ്റിക്, എൻ്റെ ഒരു ടേമിലത് കറ്റാസ്ട്രോഫിക് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എല്ല് കംപ്ലീറ്റ്ലി നടുക്ക്, നമ്മുടെ എസ്പെഷ്യലി നടുക്ക് ഭാഗം മിഡ് ഫുട്ടിൻ്റെ എല്ല് ദ്രവിച്ചു പോയിട്ട് കംപ്ലീറ്റ് ആയിട്ട് കൊളാപ്സ് ആയി പോകുമ്പോൾ ഫുട്ട് ഫ്ലാറ്റ് അല്ല, ആക്ച്വലി തിരിച്ചിങ്ങനെ റോക്കർ ബോട്ടം ഇങ്ങനെ ആയിപ്പോവും, തോണി പോലെ ബോട്ട് ഷേപ്ഡ് ആയിട്ട് അടിഭാഗം ഇങ്ങനെ റോക്കർ ബോട്ടം എന്ന് ആയിപ്പോവും, ഇങ്ങനെ ബോട്ട് ഷേപ്ഡ് ആയി. ഓക്കെ. ആൻഡ് അവർക്ക് നടുക്കായിരിക്കും ഇങ്ങനെ ഒരു അൾസറേഷൻ വരുന്നത്. ബിക്കോസ് പ്രഷർ ഇങ്ങനെ ആ ഫുൾ ടൈം വരുന്നത്. സോ റോക്കർ ബോട്ടം ഫുഡ് ഡയബറ്റീസ്, അതിൻ്റെ ഒരു എൻറ്റൈറ്റി കോൾഡ് ഷാർക്കോട്ട് ഫുഡ്. ഷാർക്കോട്ട് ഫുഡ് ബേസിക്കലി ഒരു ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റിൻ്റെ പേരാണ് ഷാർക്കോ. പുള്ളി ആദ്യം ഡിസ്ക്രൈബ് ചെയ്തതാണ്. പക്ഷേ അതാ മോസ്റ്റ് മിസ്ഡ് ഡയഗ്നോസ്ഡ് മേജർ ഇഷ്യൂ ഇൻ ഇന്ത്യ. Charcot food. India is now becoming the world capital of diabetes. And നമുക്കൊരു 5 to 8% of diabetic population convert into a Charcot food. നമ്മുടെ 5 to 8% എന്ന് പറഞ്ഞാൽ it is probably more than a complete population of a Scandinavian country. Oh my God. So ആ ഒരു 8% കാല് കംപ്ലീറ്റ്ലി ഷേപ്പ് മാറി അൾസറേഷൻ വന്ന് അവർ ചുമ്മാ ഡ്രസ്സിങ് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചറസ്. അതിൻ്റെതായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മൾ ഇപ്പം കാണുന്ന അൺഫോർച്ചുനേറ്റ്ലി ഇങ്ങനത്തെ അൾസറേഷൻസ് എല്ലാം വെച്ച കാലിൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ പോകുമ്പം അയ്യോ ഇനി ഒന്നും ചെയ്യാണ്ട, കാല് മുറിച്ച് കളയുക, അതാ ട്രീറ്റ്മെൻറ്റ്. ആക്ച്വലി ആംപുട്ടേഷൻ ഈസ് എ കോൺട്രാഇൻഡിക്കേഷൻ. ആക്ച്വലി ആംപുട്ടേഷൻ ചെയ്താൽ പേഷ്യൻറ്റ് 5 വർഷം കൊണ്ട് മരിച്ചു പോകാനുള്ള സാധ്യത ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്.
സോ ഡയബറ്റിക് ഇപ്പം ലിറ്ററേച്ചറിൽ തന്നെ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ ഡയബറ്റിക് ഫുട്ട് അൾസേഴ്സിൻ്റെ ആംപുട്ടേഷൻ ചെയ്താൽ their mortality rate, മരിച്ചു പോകാനുള്ള 5 ഇയർ കൊണ്ട് മരിച്ചു പോകാനുള്ള സാധ്യത ഈസ് സെക്കൻഡ് ടു ലങ് ക്യാൻസേഴ്സ്. ഷാർക്കോട്ട് ഫുട്ട് ആംപുട്ടേഷന് ശേഷം ഷാർക്കോട്ടും ഡയബറ്റിക് ഫുട്ടിൻ്റെ ആംപുട്ടേഷൻ കാരണം. ബിക്കോസ് അവർ ഈ ആംപുട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സെൻസേഷൻ ഇല്ലാത്ത കാലം, അവർക്ക് ആർട്ടിഫിഷ്യൽ മറ്റേ ലിം വിട്ടാലും അവർ നടക്കത്തില്ല. So it is always very important to have their own feet. Sensation ഇല്ലെങ്കിലും അവരുടെ സ്വന്തം കാലിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ്. ആൻഡ് സോ my one particular point is ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും, do not amputate a Charcot foot. Save a Charcot foot from amputation. ഈ ഷാർക്കോട്ട് ഫുട്ടിനെ നമുക്ക് കസ്റ്റം ഇൻസോൾസ് വെച്ച് ആദ്യമേ ഡയഗ്നോസ് ചെയ്ത ഒരു പ്രിവെൻഷൻ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഷാർക്കോട്ട് ഫുട്ടിൻ്റെ ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ് ചുമ്മാ പ്ലാസ്റ്റർ മാത്രമേ ഉള്ളൂ. ഒരു മരുന്നും വേണ്ട, പ്ലാസ്റ്റർ ഇടുക. പ്ലാസ്റ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അത് കൺസോളിഡേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് വേറെ കസ്റ്റമൈസ്ഡ് ഫുട്ട് വെയർ വേണം. ബിക്കോസ് അപ്പോഴത്തേന് കാലിൻ്റെ ഷേപ്പ് മാറി. ഒരു കാലിൻ്റെ ഷേപ്പ് അല്ല മറ്റേ കാലിൻ്റെ ഷേപ്പ്. ഒരു കാല് കുറച്ച് ചെറുതായിപ്പോയി. സോ ഒരു പിന്നെ ഒരു സ്റ്റോറി പോയിട്ട് ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ ശരിയാവത്തില്ല. ഇറ്റ് ഹാസ് ടു ബി എ കസ്റ്റമൈസ്ഡ് ഫുട്വെയർ. ഇറ്റ് ഹാസ് ടു ബി എ കസ്റ്റമൈസ്ഡ് ഫുട്വെയർ, നോട്ട് ആൻ ഇൻസോൾ അല്ലോ. കംപ്ലീറ്റ്ലി ആ ഫുട്ടിന് വേണ്ടി സ്കാൻ ചെയ്തിട്ട് നമ്മളൊരു ഫുട്വെയർ ഡിസൈൻ ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്ന അൾസറും സാധനമൊക്കെ മാനേജ് ചെയ്തിട്ട് ആംപ്യൂട്ടേഷനിൽ നിന്ന് തന്നെ നമുക്ക് പേഷ്യൻറ്റിനെ സേവ് ചെയ്യാൻ പറ്റും. അൾസറേഷൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ മരുന്നുകളെല്ലാം ചെയ്ത് ഡ്രസ്സിങ് ചെയ്ത് ഈ എല്ല് ദ്രവിക്കൽ നിർത്തണം. അതെല്ലാം നിർത്തിയിട്ട് ചില മെജോറിറ്റി ഓഫ് ദ ടൈം ചിലപ്പോൾ നമുക്ക് സർജറി വെച്ചിട്ട് കാലിൻ്റെ ഷേപ്പ് തിരിച്ച് മാറ്റം, റീസ്റ്റോർ ചെയ്യാം. ഓക്കെ. സോ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ മിസ്ഡയഗ്നോസ്ഡ് ആയി പോകുന്നതും ആംപ്യൂട്ടേഷനിൽ ലീഡ് ചെയ്യുന്നതും ഷാർക്കോട്ട് ഫുട്ടാണ് ഇൻ ഡയബറ്റിക് പേഷ്യൻസ്. യെസ്, സീരിയസ്ലി എ കൺസേൺ. സാർ ഇപ്പോൾ ഒരുപാട് ഫുട്ട് ആൻഡ് ആംഗിളിനെ പറ്റി പറഞ്ഞു. സാർ അതിൻ്റെ കൂട്ടത്തിൽ പറയുകയും ചെയ്തത് 2010 ഈ ഒരു സംഭവം ഇന്ത്യയിലേക്ക് വരുന്നതും സാറ് തന്നെ അത് പഠിക്കുന്നതും. ഇപ്പോൾ 1990s 2000s ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ. എത്രത്തോളം ഇപ്പം നമ്മുടെ മെഡിക്കൽ കമ്മ്യൂണിറ്റിയിലും ഫ്രറ്റേണിറ്റിയിലും ഈ ഒരു ഫ്ലാറ്റ് ഫീറ്റിൻ്റെ അവയർനെസ് വന്നു, സിലബസിലൊക്കെ വന്നോ? ഫ്ലാറ്റ് ഫീറ്റ് അല്ല, ഫീറ്റ് ആൻഡ് ആംഗിളിൻ്റെ, ഫുട്ട് ആൻഡ് ആംഗിളിൻ്റെ, അത് സിലബസിലേക്ക് വന്നോ? വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എത്ര ഡോക്ടേഴ്സ് ചെയ്യുന്നുണ്ട്? ആൻഡ് സ്റ്റിൽ സാറ് പറഞ്ഞ പോലെ കുറേ പേര് മിസ്ഡയഗ്നോസ്ഡ് ആയി പോകുന്നുണ്ട്. ഐദർ ഇറ്റ്സ് ഗൗട്ട് അല്ലെങ്കിൽ ചെറിയ രീതി എന്തെങ്കിലും പ്രശ്നം എന്നുള്ള രീതി. ഹൗ എഫിഷ്യൻറ്റ് ആർ വി? ലൈക്ക് എങ്ങനെയാണ് നമ്മളിപ്പോൾ പോകുന്നത്? എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി ഇന്ത്യയിൽ തന്നെ ഇപ്പം ഒരു അവയർനെസ് ഓഫ് ഫുട്ട് ആൻഡ് ആങ്കിൾ ഇസ് ഗ്രേറ്റ്ലി ഇൻക്രീസ്ഡ്. ഞങ്ങളൊക്കെ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ പിന്നെ വി വർ റെയർ, അല്ലെങ്കിൽ വട്ടന്മാരെന്ന് പറയായിരുന്നു. പക്ഷെ നൗ വി ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് യങ്സ്റ്റേഴ്സ് കമ്മിങ് ഇൻ. ഇപ്പം ഒത്തിരി കോൺഫറൻസസും അതിനകത്ത് മീറ്റിങ്സിനകത്തും എല്ലാം നമ്മൾ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് നടത്തുന്നുണ്ട്. സോ യെസ്, വി ഹാവ് എ വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ വേൾഡ് ഓവർ, ഇൻ ഇന്ത്യ ഓൾസോ. കരിക്കുലത്തിലെല്ലാം ഫുട്ട് ആൻഡ് ആങ്കിളിൻ്റെ ഒരു ഭാഗം ഇസ് വെരി ഇമ്പോർട്ടൻ്റ്ലി ടേക്കൺ. സോ ഇറ്റ് വിൽ ടേക്ക് അനദർ 5 to 7 years ബിഫോർ ഇറ്റ് സെറ്റ്സ് ഇൻ വിത്ത് എവറിബഡി. ബട്ട് എ ഗുഡ് പോസിറ്റീവ് സ്റ്റെപ്പ് ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. ഇനി നമ്മുടെ ഓഡിയൻസിന് ജനറൽ പോപ്പുലേഷൻ, സാറിനും മെഡിക്കൽ ഫ്രറ്റേണിറ്റി ഇത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ പോപ്പുലേഷനിലത്തെ ആൾക്കാർക്ക് അത് തീരെ അറിയില്ല. അപ്പം ആളുകൾക്ക് ഈ ജനറലി ഫുട്ട് ആൻഡ് ആംഗിൾ ഹെൽത്തിന് വേണ്ടി എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ടത്? എന്തൊക്കെയാണ് സാറിന് കൊടുക്കാനുള്ള ടിപ്സ്? പാദത്തിൻ്റെയും കണങ്കാലിൻ്റെയും പ്രോബ്ലം ഉണ്ടെങ്കിൽ അതൊരു വെരിക്കോസ് വെയിൻസ് ആണോ യൂറിക് ആസിഡ് ആണോ എന്ന് മാത്രമല്ല, ദർ എ ഹോൾ ലോട്ട് ഓഫ് പ്രോബ്ലംസ്. ഈച്ച് നമ്മുടെ വിരലിൻ്റെ തന്നെ ഒരു ഷേപ്പ് മാറുന്നു, പാദത്തിൻ്റെ ഷേപ്പ് മാറുന്നു, ആങ്കിളിൻ്റെ ഷേപ്പ് മാറുന്നു, അല്ലെങ്കിൽ ആങ്കിൾ മടങ്ങി പോകുന്നു, ലൈക്ക് സ്പോർട്സ് ഇഞ്ചുറി, ഇടയ്ക്കിടയ്ക്ക് കണങ്കാൽ ട്വിസ്റ്റ് ആവുന്നു, ആങ്കിൾ ട്വിസ്റ്റിംഗ് ആവുന്നു. എവറിത്തിങ് ഈസ് ഗോട്ട് എ സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് ടുഡേ. അത് ചുമ്മാ പെയിൻ കില്ലർ കഴിച്ചോ അല്ലെങ്കിൽ തിരുമ്മിയിട്ടോ അല്ലെങ്കിൽ യൂറിക് ആസിഡ് മാത്രം ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടോ അല്ല ട്രീറ്റ്മെൻറ്റ്. ദർ ആർ ഹോൾ ലോട്ട് ഓഫ് അതർ ട്രീറ്റ്മെൻറ്റ്. ഫുട്വെയർ തന്നെ ആണെങ്കിലും പണ്ടത്തെക്കാട്ടിലും
വേ മച്ച് മോർ നമുക്കിപ്പം ഇൻസോൾസ്, കസ്റ്റമൈസ് ഇൻസോൾസ് വന്നു. സർജറിയുടെ ആണെങ്കിലും നല്ലതായിട്ട് അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പിന്നെ ഇംപ്ലാൻസ് വന്നു. അതിൻ്റെ കാട്ടിലും ഉപരി സർജറിയിൽ തന്നെ വി ഹാവ് നൗ സ്റ്റാർട്ടഡ് ഡൂയിങ് മിനിമലി ഇൻവേസീവ് സർജറി. ഇപ്പം ഒരു ഈ വിരലൊക്കെ ഹാലക്സ് വാൽഗസ് എന്നൊക്കെ പറയുന്നതൊക്കെ വി ക്യാൻ ജസ്റ്റ് ഡു വിത്ത് 2 small incisions, just 2 small cuts. MIS surgeries have come. So all this is technologically evolving and lot more help for lot of public. സാർ ഇത്രയും നേരം നമ്മുടെ കൂടെ ഈ ടൈം സ്പെൻഡ് ചെയ്തു. ഒരുപാട് വാല്യുബിൾ ഫുട്ട് ആൻഡ് ആംഗിൾ ഇൻസൈറ്റ്സ് തന്നു. ഓഡിയൻസിനും ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണ് തന്നത്. ഒരുപാട് ടെക്നിക്കൽ ഡീറ്റെയിൽസും ഉണ്ട്, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഡീറ്റെയിൽസും ഉണ്ട്. താങ്ക്സ് ഫോർ കമ്മിങ്, താങ്ക്സ് ഫോർ ഷെയറിങ് ഓൾ യുവർ വാല്യുബിൾ ഇൻഫർമേഷൻ. My pleasure.